ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത ഇൻഫർമേഷൻ സിസ്റ്റമാണ് എക്സ്പേർട്ട് സിസ്റ്റം. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലാണ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിന്ന് തന്നെ എന്താണ് എക്സ്പെർട്ടൈസ് അല്ലെങ്കിൽ എക്സ്പേർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് എന്താണ് എന്നുള്ളതിന് ഒരു എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഒരാൾ എക്സ്പേർട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീസ് ട്രെയിൻഡ്, ഹീസ് എക്സ്പീരിയൻസ്ഡ്, ഹീസ് എഫിഷ്യൻറ്റ്, അല്ലേ? ഇതെല്ലാം അടങ്ങുന്നതാണ് ഒരു എക്സ്പേർട്ട് എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റത്തെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് നമുക്ക് ഇൻ സിമ്പിൾ ആ ഒരു പേരിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഈ പറയുന്നത് പോലെ അതിൻ്റെ എലമെൻറ്റ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, ദെൻ എങ്ങനെയാണ് MISഉം DSSഉം നിന്നും എക്സ്പേർട്ട് സിസ്റ്റം വേറിട്ട് നിൽക്കുന്നത് എന്നുള്ളത്. An expert system is a computer program or a set of computer programs. Of course, നമ്മൾ പഠിച്ചു വന്ന ഇൻഫർമേഷൻ സിസ്റ്റംസ് എല്ലാം അങ്ങനെ തന്നെയാണ്. Which contains the knowledge and some inference capability of an expert. ഒരു എക്സ്പേർട്ടിൻ്റെ അറിവും അയാൾക്ക് ഉള്ള ഡിഡക്ഷൻ കേപ്പബിലിറ്റി, ഇൻഫറൻസ് കേപ്പബിലിറ്റിയും ഉള്ള സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ആൻഡ് കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് മോസ്റ്റ് ജനറലി ഹ്യൂമൻ എക്സ്പേർട്ട് ഇൻ എ പെർട്ടിക്കുലർ ഡൊമൈൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള വേർഡ്സ് എല്ലാം തന്നെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് ഒരു പർട്ടിക്കുലർ ഡൊമൈൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. കേപ്പബിലിറ്റി ഓഫ് ആൻ എക്സ്പേർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് നോളജ് ആൻഡ് സം ഇൻഫറൻസ് കേപ്പബിലിറ്റി, അല്ലേ? അത് വരുന്നുണ്ട്. ആൻഡ് എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമോ അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമോ ആണ്. ഓക്കെ, ഇതെല്ലാം അടങ്ങുന്നതാണ് എക്സ്പേർട്ട് സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്, എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള നോളജിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, ദെൻ എന്താണ് ഇൻഫറൻസ് കേപ്പബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഹ്യൂമൻ എക്സ്പെർട്ടൈസ് തന്നെയാണ് വരുന്നത്. ഇനി പർട്ടിക്കുലർ ഡൊമൈൻ, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഡൊമൈനിലാണ്. അപ്പോൾ എല്ലാ കാര്യത്തിനും കൂടിയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഡൊമൈനിലായിരിക്കും എക്സ്പേർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. An expert system is supposed to contain the capability to lead to some conclusions based on inputs provided, information it already contains and its processing capability. ഇതെന്താ പറയുന്നത്? എക്സ്പേർട്ട് സിസ്റ്റത്തിന് എന്തുണ്ട്? ചില പ്രത്യേക കഴിവുകളുണ്ട്. എന്തിനേക്കുള്ളത്? ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒരു ഡിസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നുണ്ട്. എന്തൊക്കെയാണ് അത് അടിസ്ഥാനമാക്കുന്നത്? അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്സ്, ഓൾറെഡി അതിനകത്ത് സ്റ്റോർഡ് ആയിട്ടുള്ള ഡേറ്റ, ദെൻ അതിൻ്റെ പ്രോസസ്സിങ് കേപ്പബിലിറ്റി. ഇപ്പോൾ ഡേറ്റ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നല്ല രീതിയിൽ അത് പ്രോസസ്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്താൽ മാത്രമേ ഒരു വൈസ് ആയിട്ടുള്ളൊരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തുള്ളൂ. ദെൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ഫീൽഡ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഫീൽഡാണ് എന്തെന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ അറൗണ്ട് ഒരു 1956 കൂടിയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പായി. അതിനുശേഷം കമ്പ്യൂട്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളിൽ ഇപ്പം MIS ആണെങ്കിലും DSS ആണെങ്കിലും അതിനുശേഷം AI കൂടി എൻഹാൻസ്ഡ് ആയിട്ട് വരുമ്പം എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ വർക്കിങ്ങിലേക്ക് വരുന്നു. ആൻഡ് വൺ ഓഫ് ദ വെൽ നോൺ ഏർലി എക്സാമ്പിൾസ് ഓഫ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം ഈസ് MYCIN. MYCIN എന്ന് പറയുന്നതാണ് ഏറ്റവും ഇയർലി ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി 1970s ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇറ്റ് വാസ് ഡിസൈൻ ടു ഐഡൻറ്റിഫൈ, ഇത് ആക്ച്വലി എന്താണ് ഒരു മെഡിക്കൽ ഡയഗ്നോസിസ് ആണ്. It was designed to identify bacterial infections and recommend appropriate antibiotic treatment. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിന് വേണ്ട ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ഏതാണെന്ന് പറയുകയും ചെയ്യുന്നതിനുള്ള ഒരു എക്സ്പേർട്ട് സിസ്റ്റം 1970s സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തതാണ്. ഇതിൻ്റെ ഏർലിയസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആൻഡ് ദ നെയിം ഈസ് MYCIN, MYCIN. ഇതാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഇൻ എ സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി ഒരു ഫ്ലോ ചാർട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് വലിയ എക്സ്പേർട്ട് ഒന്നും അല്ലാത്തൊരു യൂസർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്വയറി നടത്തുന്നു. ഏതെങ്കിലും ഒരു ഡൊമൈനിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ അങ്ങനെ, ഫിനാൻഷ്യൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു ക്വയറി നടത്തുന്നു. അപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനോടാണ് ഈ ക്വയറി നടത്തുന്നത്. അപ്പോൾ ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്തൊക്കെയായിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്? ഈ ചോദിച്ചത് ഒരു യൂസർ ആണല്ലോ, അപ്പോൾ യൂസർ ഇൻ്റർഫേസ് വേണം. യൂസറും ഈ പറയുന്ന സിസ്റ്റവുമായിട്ടുള്ള കണക്ഷൻ പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു യൂസർ ഇൻ്റർഫേസ് വേണം. ദെൻ ചോദിച്ച കാര്യം എന്താണെന്നുള്ളതും ആ ചോദിച്ച കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിലും ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിരിക്കും. അതിന് നമ്മൾ വിളിക്കുന്നത് ഇവിടെ ഇൻഫറൻസ് എഞ്ചിൻ എന്നാണ്. എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ എന്ന് നമുക്ക് പറയാവുന്ന സാധനമാണ് ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ദെൻ ഈ ഇൻഫറൻസ് എഞ്ചിൻ എന്താണ്? ചുമ്മാ തന്നെ തീരുമാനം എടുക്കുകയല്ല ചെയ്യുന്നത്. അതിലേക്ക് ഓൾറെഡി കളക്ട് ചെയ്ത് കൊടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന നോളജ് ബേസ്, അതായത് ഒരുപാട് എക്സ്പേർട്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള നോളജും ഡേറ്റയും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ബേസിലേക്ക് പോയി ചകഞ്ഞ് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നോക്കി അനാലിസിസ് നടത്തിയതിനു ശേഷം ഈ ഇൻഫറൻസ് എഞ്ചിൻ അവിടെ നിന്നും എടുക്കുന്ന ഡേറ്റയിൽ നിന്നും
ഒരു കൺക്ലൂഷൻ യൂസർ ഇൻ്റർഫേസിന് കൊടുക്കുന്നു. ആ യൂസർ ഇൻ്റർഫേസ് വഴി എന്ത് ചെയ്യുന്നു, ഈ നോൺ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളിന് ഒരു അഡ്വൈസ് എന്നുള്ള രീതിയിൽ, ഒരു കൺക്ലൂഷൻ എന്നുള്ളൊരു രീതിയിൽ തിരിച്ചും മറുപടി ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നോളജ് ബേസ് എവിടെ നിന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുറത്തു നിന്ന് എന്താണ്, എക്സ്പേർട്ടിൽ നിന്നുമുള്ള നോളജാണ്. അപ്പം ഹ്യൂമൻ എക്സ്പേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കഴിവ് അവരുടെ കാലശേഷം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു കമ്പ്യൂട്ടറൈസേഷനിലൂടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സംഗതി സ്റ്റോർ ചെയ്യുന്നത് വഴി എന്താണ്, അത് പിന്നീട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പം എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത്രയേ വരത്തുള്ളൂ. ഇവർ രണ്ടും ഇതിൻ്റെ പുറത്തുള്ള ആളുകളാണ് വരുന്നത്. ഒരു യൂസർ ഇൻ്റർഫേസും ഒരു ഇൻഫറൻസ് എഞ്ചിനും ഒരു നോളജ് ബേസും അടങ്ങുന്നതാണ് എന്തെന്ന് പറയുന്നത് ഒരു എക്സ്പേർട്ട് സിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എക്സ്പേർട്ട് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, ടേം എക്സ്പേർട്ട് സിസ്റ്റം വാസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് നോളജ് ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ടേം അത് പിന്നെ ഷോർട്ട് ആക്കിയിട്ട് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് യൂസ് ചെയ്താണ് വന്നത്. അപ്പം നോളജ് ബേസ്ഡ് സിസ്റ്റം എന്ന് എവിടെയെങ്കിലും പറഞ്ഞാലും എക്സ്പേർട്ട് സിസ്റ്റത്തിന് പകരം ചിലപ്പോൾ യൂസ് ചെയ്യാറുള്ള ടേമാണ്. അപ്പോൾ അതാണ് പിന്നീട് എക്സ്പേർട്ട് സിസ്റ്റം ആവുന്നത്. As the knowledge in the expert system is improved and becomes more accurate, the system may eventually function at a higher level than a single human expert in making judgments. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ എക്സ്പെർട്ടൈസ് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഡേറ്റ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം നോളജ് ബേസിലേക്ക് ഇതിങ്ങനെ ആഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ആഡ് ആവുന്നതിനനുസരിച്ചിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫീൽഡിലുള്ള മൾട്ടിപ്പിൾ ആളുകളുടെ എക്സ്പെർട്ടൈസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും ആക്യുറസി കൂടി വരുന്ന കാരണത്താലായിട്ട് കുറേയധികം നാൾ ട്രെയിൻഡ് ആയി കഴിയുമ്പോഴേക്കും ഇതെന്താണ്, ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിനേക്കാളും മികച്ച രീതിയിൽ വർക്ക് ചെയ്യും ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. നൗ ഈ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് സാധാരണയുള്ള ഡിസിഷൻ എയ്ഡുകളെക്കാളും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് പ്രൊവൈഡ്സ് എംഫസിസ് ഓൺ നോളജ്. നോളജ് ബേസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്. അപ്പം നോളജിനെ എംഫസൈസ് ചെയ്യുന്നു. ടിപ്പിക്കലി ജനറേറ്റഡ് ആസ് റൂൾസ് റാദർ ദാൻ അൽഗരിതമിക് സൊല്യൂഷൻസ്. ഒരു സോഫ്റ്റ്വെയറിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ഇവിടെ റൂൾ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത്. പ്രൊട്ടക്ഷൻ റൂൾസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. അതെന്താണെന്ന് നമ്മൾ വഴിയെ കാണുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരിക്കുക, നോളജിന് എംഫസൈസ് കൊടുക്കുകയാണ്. അല്ലാതെ ഒരു അൽഗരിതം ഉണ്ട്, അപ്പോൾ ഇതിങ്ങനെ തന്നെ വർക്ക് ചെയ്ത് പോവുക എന്നൊരു രീതിയിലല്ല വരുന്നത്. റൂൾ ബേസ്ഡ് ആണെന്നുള്ളതൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതെന്താണെന്ന് നമ്മൾ വഴിയെ പഠിക്കും. സെക്കൻഡ്, ദേ പ്രൊവൈഡ് ആക്സസ് ടു ദ നോളജ് ബേസ് ടു ദ യൂസർ ഓഫ് ദ ഡിസിഷൻ എയ്ഡ്. നമ്മൾ ഈ ഡിസിഷനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഏത് യൂസറാണോ ചെല്ലുന്നത് ആ യൂസറിന് ഈ നോളജ് ബേസിലേക്ക് ഒരു ആക്സസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാതെ അവർ തീരുമാനമെടുത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഈ യൂസറിന് നോളജ് ബേസ് എന്താണെന്ന് അറിയാനുള്ളൊരു അല്ലെങ്കിൽ അതിലേക്ക് ഒരു ആക്സസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കാരണത്താലായിട്ട് നോളജിന് എംഫസൈസ് കൊടുക്കുന്നത് കൊണ്ടും നോളജ് ബേസിലേക്ക് യൂസറിന് ഒരു ആക്സസ് കിട്ടുന്നതുമാണ് മറ്റ് ഡിസിഷൻ എയ്ഡ് സപ്പോർട്ട് സിസ്റ്റങ്ങളിൽ നിന്നും ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റത്തെ വ്യത്യാസപ്പെടുത്തുന്നത് എന്നുകൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. നൗ സം ഇമ്പോർട്ടൻറ്റ് പർട്ടിക്കുലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കീ ആയിട്ട് എടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞ കാര്യം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചതിൽ നിന്നും നമുക്കൊന്ന് കൺക്ലൂഷൻ എന്നുള്ളൊരു രീതിയിലേക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന് ഈ പോയിന്റുകളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരും. അപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു, ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയേണ്ടി വരും. ദെൻ ഇത് എന്താണ് എന്നുള്ളത് കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. സിമുലേറ്റ് ജഡ്ജ്മെൻറ്റ് ആൻഡ് ബിഹേവിയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ദാറ്റ് ഹാസ് എക്സ്പേർട്ട് നോളജ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീൽഡിലുള്ള ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഹ്യൂമൻ ബീങ്, അയാളെ എന്ത് ചെയ്യുകയാണ്, അയാളുടെ ബിഹേവിയറും മറ്റു കാര്യങ്ങളും ഒക്കെ ജഡ്ജ്മെൻറ്റും ഒക്കെ സിമുലേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് എന്തെന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു ടേക്ക് ദ എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ സ്പെഷ്യലിസ്റ്റ് ആൻഡ് ടു ട്രാൻസ്ഫർ ടു എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് അയാളുടെ എക്സ്പെർട്ടൈസ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് പഠിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ എന്താണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലായിരിക്കും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത്. Now, it is a knowledge-based computer program that exhibits a degree of expertise in a particular domain, thereby solving problem or making decisions that is comparable to a human expert. Again, എന്താണ്, മറ്റൊരു തരത്തിൽ ഇതേ സംഗതി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നോളജ് ബേസ്ഡ് കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. ഒരു ഹ്യൂമൻ എക്സ്പേർട്ടിന് പകരമായിട്ട് വർക്ക് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സംഗതിയാണ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അഗെയിൻ, ഇറ്റ് യൂസസ് ഹ്യൂമൻ നോളജ് ക്യാപ്ചർഡ് ഇൻ എ കമ്പ്യൂട്ടർ ടു സോൾവ് പ്രോബ്ലംസ് ദാറ്റ് ഓർഡിനറിലി റിക്വയർ ഹ്യൂമൻ എക്സ്പെർട്ടൈസ്. ഒരു എക്സ്പേർട്ട് ഹ്യൂമൻ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ അയാൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഒരു സംഗതിയെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ നോളജിനെ പ്രോസസ്സ് ചെയ്ത് കണ്ടെത്തി ആ ഒരു ഡിസിഷനിലേക്ക് അറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ തന്നെയും എന്താണ്, എക്സ്പേർട്ട് സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ്. അതിനെ വൺ ഓർ അതർ ടൈപ്പ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ കൊടുത്തതിൻ്റെ ഉദ്ദേശം, യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ ദ ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഇതേപോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സ്പേർട്ട് സിസ്റ്റത്തെ റിലേറ്റ് ചെയ്തിട്ട് വരും. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റു കാര്യങ്ങൾ കൂടി നോക്കാം.
യൂസസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ യൂസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പം എക്സാമ്പിളുകളിലൂടെയാണ് അത് കൊടുത്തിട്ടുള്ളത്. ഈ എക്സാമ്പിൾസ് അതേപോലെ ഒന്നും കാണാതൊന്നും പഠിച്ച് വെക്കണ്ട. അതിൻ്റെ വർക്കിംഗ് ഓരോ ഡൊമൈനിലും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം മെഡിക്കൽ ഡയഗ്നോസിസ് ഓൾറെഡി ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടതാണ്, മൈസിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഡിറ്റക്ട് ചെയ്യുക, എന്നിട്ട് ഏതൊക്കെ ആൻറ്റിബയോട്ടിക്സ് വേണമെന്ന് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റൊരിടത്ത് എഞ്ചിനീയറിംഗ് ആൻഡ് മാനുഫാക്ചറിംഗ് സെക്ഷനിൽ ഒരു എക്സ്പേർട്ട് സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. അസിസ്റ്റ് ഇൻ ഫോൾട്ട് ഡയഗ്നോസിസ്, ഡിസൈൻ ആൻഡ് പ്രോസസ് കൺട്രോൾ. അതായത് നടക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്ന, അപ്പോൾ മാനുഫാക്ചറിങ്ങിലോ എഞ്ചിനീയറിങ്ങിലോ ഉള്ള കാര്യങ്ങളായിട്ട് ഡിസൈനിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിലോ പ്രോസസ്സുകളിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലോ ഒക്കെ അത് കണ്ടെത്തുക എന്നുള്ളത്. അതിന് എക്സാമ്പിളായിട്ട് ഡെൻട്രാൾ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തെ പറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കെമിസ്ട്രി ഫോർ മോളിക്കുലാർ സ്ട്രക്ചർ ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, മോളിക്കുലാർ സ്ട്രക്ചർ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ്, ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ എങ്ങനെ വരുന്നു എന്നുള്ളത്. ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഫിനാൻഷ്യൽ അനാലിസിസ് ആൻഡ് ഫ്രോഡ് ഡിറ്റക്ഷൻ. ഇതൊക്കെയാണ് അവിടുത്തെ ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പം പ്രോസ്പെക്ടർ എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം യൂസ്ഡ് ഇൻ മിനറൽ എക്സ്പ്ലോറേഷൻ ആൻഡ് മൈനിങ്, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം ഓൺ ലോൺ റിസ്ക് അനാലിസിസ്. ലോൺ പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ സെറ്റ് ഓഫ് റൂൾസിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യാൻ പറ്റും, യൂസേഴ്സിനെ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ദെൻ അഗ്രികൾച്ചറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അഡ്വൈസ് ഫാമേഴ്സ് ഓൺ ക്രോപ്പ് മാനേജ്മെന്റ്, പെസ്റ്റ് കൺട്രോൾ ആൻഡ് സോയിൽ ട്രീറ്റ്മെന്റ്. നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻപുട്ട് ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഈ പറയുന്ന ഫാമേഴ്സിന് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, പെസ്റ്റ് കൺട്രോൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യേണ്ട ഏതൊക്കെയാണ് അവിടെ യൂസ് ചെയ്യേണ്ട സോയിലിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഈ സോയിലിൻ്റെ പ്രത്യേകതകൾ വെച്ചിട്ട് എന്ന രീതിയിൽ. അപ്പോൾ പാഡി എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഫാമേഴ്സിന് റൈസ് കൾട്ടിവേഷൻ മീൻസ് ലൈക്ക് നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ദെൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഫീൽഡ്. ആക്ടേഴ്സ് ആൻഡ് ഇൻ്റലിജൻറ്റ് ട്യൂട്ടർ പ്രൊവൈഡിങ് പേഴ്സണലൈസ്ഡ് ട്രെയിനിങ്. ഓരോ കുട്ടിയുടെയും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആവശ്യം, ഒരു മെൻറ്റർ എന്നുള്ള ഒരു രീതിയിൽ നിന്നുകൊണ്ട് പേഴ്സണലൈസ്ഡ് ലേണിങ്ങിനെ ഹെൽപ്പ് ചെയ്യാൻ എക്സ്പേർട്ട് സിസ്റ്റംസ് യൂസ് ചെയ്യാം. ലോ ആൻഡ് ലീഗൽ അഡ്വൈസേഴ്സ്. അസിസ്റ്റ് ലോയേഴ്സ് ഇൻ ലീഗൽ റീസണിങ്, കേസ് അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് പ്രീവിയസ് സെറ്റ് ഓഫ് കേസുകൾ അനലൈസ് ചെയ്യുന്നു, അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, ഒരു പുതിയൊരു കേസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിലെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലാണ് നിയമത്തിൻ്റെ വശങ്ങൾ എന്നൊക്കെ ഉള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. മിലിറ്ററി ആൻഡ് ഡിഫൻസിൽ അതിലും എന്താണ്, പ്ലാനിങ്, ലോജിസ്റ്റിക്സ്, ബാറ്റിൽ ഫീൽഡ് ഡിസിഷൻ മേക്കിംഗ്, ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. ദെൻ സ്പേസ് എക്സ്പ്ലോറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അൺമാൻഡ് സ്പേസ് മിഷൻസ് ഒക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ക്ലിപ്സ് എന്ന് പറയുന്ന നാസയുടെ ഒരു സ്പേസ് ക്രാഫ്റ്റ് കൺട്രോളിങ് റോബോട്ടിക്സ് ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് സിസ്റ്റം. ദെൻ ISRO എക്സ്പേർട്ട് സിസ്റ്റം, അതായത് സാറ്റലൈറ്റിൻ്റെ ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യുക, സ്പേസ് മിഷൻ പ്ലാൻ ചെയ്യുക, ലോഞ്ചിങ്ങിൻ്റെ അതിൻ്റെ സേഫ്റ്റി, ഏത് സമയത്ത് ലോഞ്ച് ചെയ്യാം, ഏത് മീൻസ് ഡ്യൂറേഷൻ എപ്പോൾ വേണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ വെതറും മറ്റുമൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഏത് ടൈമിൽ വേണമെന്നൊക്കെ ഉള്ളത്, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ISRO യൂസ് ചെയ്യുന്ന എക്സ്പേർട്ട് സിസ്റ്റംസ് ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി എക്സ്പേർട്ട് സിസ്റ്റംസിൻ്റെ അണ്ടറിൽ നമുക്ക് പറയാൻ പറ്റുന്ന എക്സാമ്പിളുകൾ. ഇനി മറ്റിപ്പം ഗെയിമിംഗ് ഏരിയയിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചൂതാട്ടം പോലെയൊക്കെയുള്ള ടൈപ്പ് ഓഫ് ഗെയിമുകൾ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം ഗെയിമുകൾ എന്നൊക്കെ പറയുന്നത് ലക്ക് ഫാക്ടർ എന്ന് പറയുന്ന സാധനം ഇൻവോൾവ് ആകുന്ന, അല്ലെങ്കിൽ ചെസ്സിനകത്തുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ചെസ് എന്ന് പറയുമ്പം ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സ്ഥിരമായിട്ടുള്ള മൂവ്മെൻറ്റുകളും പാറ്റേണുകളും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, പാറ്റേൺ നെക്സ്റ്റ് മൂവ് ഏതാണെന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസ്, അതൊക്കെ എക്സ്പേർട്ട് സിസ്റ്റത്തിന് എക്സാമ്പിൾ പറയാൻ പറ്റും. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സംവാദം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ജെയിംസ് ഗണ്ണിൻ്റെ സൂപ്പർമാൻ മൂവിയിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ന്യൂ ഏജ് സൂപ്പർമാനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ സൂപ്പർമാൻ്റെ വില്ലൻസ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഡ്വാൻസ്ഡ് AI ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള, അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന സൂപ്പർമാൻ്റെ മൂവ്മെൻറ്റുകൾ ഏതൊക്കെയാണെന്നൊക്കെ മൾട്ടിപ്പിൾ മൂവ്മെൻറ്റുകൾ പഠിച്ചിട്ട് നെക്സ്റ്റ് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പ്രിഡിക്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് എക്സാക്ട് എക്സ്പേർട്ട് സിസ്റ്റം ആണെന്നല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ ഒരു ഭാഗമൊക്കെ അവിടെ വരുന്നുണ്ടെന്ന് പറയാൻ പറ്റും. സിനിമയിൽ കാണിച്ചിട്ടുള്ളത് റിയാലിറ്റിക്കും അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഒക്കെ ആയിട്ട് നമുക്ക് പറയേണ്ടി വരും. പക്ഷേ എന്താണ്, സംവാട്ട് ലൈക്ക് ദാറ്റ്, അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്ത് ഫൈനൽ ഡിസിഷൻസ് അറൈവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിലേഷൻ കൊണ്ടുവരാമെന്നുള്ളതേ ഉള്ളൂ. ഇനി അത് തന്നെയാണോ എന്നും പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഒന്നും ആവണ്ട, ഞാനൊരു റിലേഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സിനിമയെ നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ബേസിക് കമ്പണൻസ് ഓഫ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു അല്ലേ, നോളജ് ബേസ് ഉണ്ട്, ഇൻഫറൻസ് എഞ്ചിൻ ഉണ്ട്, യൂസർ ഇൻ്റർഫേസ് ഉണ്ട് എന്നുള്ളത്. അതിൽ റിമെമ്പർ ഈ പറയുന്ന കമ്പണൻറ്റ് ഓഫ് ആൻ എക്സ്പേർട്ട് സിസ്റ്റം, ഒരു സിസ്റ്റം തന്നിട്ട് അതിൽ ഈ ഇൻഫറൻസ് എഞ്ചിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തുകൊണ്ടൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ബേസിക് കമ്പണൻസ് ഉണ്ടെങ്കിൽ ഇൻഫറൻസ് എഞ്ചിൻ വരുന്നത് ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് എക്സ്പേർട്ട് സിസ്റ്റമാണ്.
അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടു നോളജ് ബേസ് എന്താണെന്ന് കണ്ടു. സെറ്റ് ഓഫ് ഡേറ്റ ആണെന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ്, അത് ഏത് റൂൾ ഉപയോഗിച്ച്, ഇപ്പോൾ ഇൻഫറൻസ് എഞ്ചിൻ ഓരോരോ റൂൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞില്ല. അപ്പോൾ അത് ഏത് റൂളാണെന്നുള്ളത്, ഇത്തരം കാര്യങ്ങളെല്ലാം അടങ്ങുന്ന നോളജിൻ്റെ ഒരു റിപ്പോസിറ്ററിയാണ് എന്തെന്ന് പറയുന്നത് നോളജ് ബേസ് എന്ന് പറയുന്നത്. ദെൻ ഇൻഫറൻസ് എഞ്ചിനാണ് ഈ റൂൾസ് അപ്ലൈ ചെയ്യുന്ന സോഫ്റ്റ്വെയറുകളായിരിക്കും അതെന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ ഇൻഫറൻസ് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇനി ഇത് ഇത്രയും ചെയ്താൽ പോരാല്ലോ, യൂസർ അങ്ങോട്ട് ചോദിക്കുമ്പോഴും യൂസറിന് ഇങ്ങോട്ട് ഡേറ്റ കൊടുക്കുമ്പോഴും ഇൻ മിഡിൽ നിൽക്കുന്ന ഒരു സംഗതി വേണമല്ലോ, അതാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ നോളജ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്ന എഞ്ചിനീയർ അല്ലെങ്കിൽ മറ്റ് സിസ്റ്റവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന യൂസർ, ഇതുമായിട്ടെല്ലാം എന്താണ് ഇൻ മിഡിൽ നിൽക്കുന്ന സംഗതിയാണ് എന്തെന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് ഓരോന്നും എന്താണെന്നും എങ്ങനെയായിരിക്കാം അത് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് നോളജ് ബേസ്. നോളജ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ച്വൽ സ്റ്റോർ ഓഫ് ദ നോളജ് ഫോർ എ പെർട്ടിക്കുലർ എക്സ്പേർട്ട് സിസ്റ്റം. ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിലെ നോളജിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ് എന്തെന്ന് പറയുന്നത് നോളജ് ബേസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് ദി എക്സ്പേർട്ട് സിസ്റ്റം. ഇതാണ് എന്തെന്ന് പറയുന്നത് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് എല്ലാ ഡേറ്റാസും ഉള്ളത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ നോളജ് അബൌട്ട് ദ ഡൊമൈൻ. ഈ ഡൊമൈനുമായിട്ട് ആ പർട്ടിക്കുലർ ഡൊമൈനിലെ എല്ലാ നോളജുകളും സ്റ്റോർ ചെയ്യപ്പെടുന്നത് അവിടെയാണ്. സോ നോളജ് ഈസ് സ്റ്റോർഡ് ഇൻ ദ നോളജ് ബേസ് യൂസിങ് സിമ്പിൾസ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ടു സ്റ്റാൻഡ് ഫോർ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്. അവിടെ സ്റ്റോർ ചെയ്യുന്ന എന്താണ് സിമ്പിളുകളായിട്ടും, ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡേറ്റ ഓർഗനൈസ് ചെയ്തിട്ട് അതിന് വേണ്ട രീതിയിൽ സ്റ്റോർ ചെയ്യുന്നതിനാണ് നമ്മൾ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുമ്മാ റാൻഡമായിട്ട് എല്ലാം കൂടെ പറക്കി അവിടെ ഇട്ട് കളക്ട് ചെയ്ത് വെച്ചേക്കുമല്ല ചെയ്യുന്നത്. അത് റിട്രീവ് ചെയ്യാനുള്ള എളുപ്പത്തിനും ഒക്കെയുള്ള രീതിയിൽ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് യൂസിങ് സിമ്പിൾസ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് ഏതെങ്കിലും ഒക്കെ രീതിയിലായിരിക്കാം. സോ സിമ്പിൾസ് ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ് എന്നുള്ളൊരു രീതിയിലാണ് വരുന്നത്. ദെൻ നോളജ് റെപ്രസെൻറ്റേഷൻ ക്യാൻ ടേക്ക് മെനി ഫോംസ്. നോളജ് റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. എന്താണ് നോളജ് റെപ്രസെൻറ്റേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് പറഞ്ഞുതരാം. ദി മോസ്റ്റ് കോമൺ ഫോം ഈസ് പ്രൊഡക്ഷൻ റൂൾ. പ്രൊഡക്ഷൻ റൂൾ അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്നും ഒക്കെ പറയാറുണ്ട്, പ്രൊഡക്ഷൻ റൂൾ എന്നും പറയാറുണ്ട്. സോ പ്രൊഡക്ഷൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ എ പെർട്ടിക്കുലർലി കൺവീനിയൻറ്റ് വേ ഓഫ് എക്സ്പ്രസിങ് ഹ്യൂറിസ്റ്റിക് നോളജ്. ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കൂടി നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അൽഗരിതംസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അൽഗരിതംസിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണമെന്നുള്ളത്. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. എന്നാൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. എക്സ്പേർട്ട് സിസ്റ്റത്തിൽ ഒരു ഇഫ് കണ്ടീഷനും ഒരു ദെൻ കണ്ടീഷനും കൂടെ വരുന്നുണ്ട്, ദെൻ ആക്ഷനും കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ രോഗം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഡോക്ടർ എന്താ ചെയ്യുന്നത്, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, നമുക്ക് ഒരു 3 ദിവസമായിട്ട് പനിയുണ്ട്, ചുമയുണ്ട്, തുമ്മലുണ്ട്, ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ ഡോക്ടറിൻ്റെ എക്സ്പെർട്ടീസ് വെച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഓക്കെ ഇങ്ങനെ റിലേറ്റ് ചെയ്യും. പനിയുടെ കൂടെ ചുമ വന്നു കഴിഞ്ഞാൽ ഇന്ന സാധ്യത, ഓക്കെ അതിനെ പ്ലസ് ചൂട്, പനി മീൻസ് ടെമ്പറേച്ചർ, തുമ്മൽ, അലർജി കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഫ്ലൂ ആവാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പം വേറൊരാൾ വന്നിട്ട് ദേഹത്ത് റാഷസ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പം ഇത് മറ്റൊരു രോഗത്തിലേക്കാണ്, നോർമൽ ഫ്ലൂയിൽ നിന്ന് മറ്റൊരു രോഗത്തിലേക്ക് പോകുന്നത്. അപ്പം ഇഫ് കണ്ടീഷൻസ്, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് ഫീവർ, ടെമ്പറേച്ചർ, ദെൻ കഫിങ് എക്സെട്ര, ദെൻ ദിസ് ക്യാൻ ബി ദ പോസിബിലിറ്റീസ്. ആ കൺക്ലൂഷൻ ഇങ്ങനെയായിരിക്കും. ഇഫ് ഈ പറയുന്ന ഇഫ് എന്ന് പറയുന്നതിനോടൊപ്പം വേറെ കുറേ കാര്യങ്ങൾ റാഷസും ഒക്കെയാണ് വരുന്നതെങ്കിൽ മേ ബി ഇറ്റ്സ് മീസിൽസ് അല്ലെങ്കിൽ ഡെങ്കു, അതിനുള്ളൊരു സാധ്യത വരുന്നുണ്ട്. അപ്പം ഹൗ മെനി ഡേയ്സ് അതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്, എത്ര നാളായിട്ട് ഇങ്ങനെ ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഈ ഒരു രീതിയിൽ ഇഫ് ദെൻ കണ്ടീഷൻസ് വരുന്നതാണ് പ്രൊഡക്ഷൻ റൂളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻറ്റ്യൂഷനും കാര്യങ്ങളും ചിന്തിക്കുന്ന ആൾ എന്താണ് പൂർണ്ണമായിട്ടും എന്താണ് ഓക്കെ ഈ പറയുന്ന ആളിൻ്റെ കണ്ടീഷൻസ് കേൾക്കുന്നു, എന്നിട്ട് പറയുകയാണ് ആ കണ്ടീഷൻസിൽ നിന്ന് അയാൾക്ക് ഒരിക്കലും എന്താണ് കൃത്യം 100% ആക്യുറേറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഫാക്റ്റ് അല്ല കിട്ടുന്നത്. റാദർ എന്താണ് ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടാണ് അയാൾ തിങ്ക് ചെയ്യുന്നത്. ഓക്കെ ഇന്ന സാധ്യതകളുണ്ടെങ്കിൽ അത് യൂഷ്വലി ഇതാവാനാണ്. പിന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് കൂടി ആവും. പിന്നെ ആ ഒരു സമയത്തുള്ള രോഗികളുടെ നേച്ചറും എല്ലാം കൂടെ വെച്ചിട്ടാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. അത് 100% ഇതാണെന്നുള്ള ഫാക്ച്വൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തിയാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും ഇന്ന രോഗം ഇന്നതാണ് എന്നുള്ളത്. അങ്ങനല്ല രോഗം ഡിഫൈൻ ചെയ്തത്. റാദർ എന്താണ് അയാളുടെ എക്സ്പെർട്ടീസും ഇൻറ്റ്യൂഷൻസും ഒക്കെ വെച്ചിട്ട് ഒരു പ്രോബബിലിസ്റ്റിക് നേച്ചറാണ്. അതിനെയാണ് ഹ്യൂറിസ്റ്റിക് നോളജ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ പ്രൊഡക്ഷൻ റൂളിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കൂടുതൽ സാധ്യതകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഡിസിഷൻ മേക്കിങ് ആറ്റ് ആക്യുറസി ആക്ച്വലി എന്താണ് ഉണ്ട് എന്നുള്ളത് കൂടിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ഇതല്ലാതെ മറ്റു പല രീതിയിലും നോളജ് ബേസിലേക്ക്
കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിംസ്, സെമാറ്റിക് നെറ്റ്വർക്ക് ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇഫ് ദ കണ്ടീഷൻ അല്ലാതെ ഒബ്ജക്റ്റ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതൊന്നും നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, നോളജ് ബേസിൻ്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സെമാറ്റിക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഗ്രാഫ് ബേസ്ഡ് ആയിട്ട് കാണിക്കുന്നത്, ദെൻ ലോജിക് ബേസ്ഡ് റെപ്രസെൻറ്റേഷൻസ്, ഇതൊക്കെ മറ്റു പല ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് നോളജ് ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് റൂൾ മാത്രം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റൂൾ, അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് സിസ്റ്റം മാത്രം എന്താണെന്നൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ബാക്കിയുള്ളതും കൂടി ഉണ്ട്, ഇത് മാത്രമല്ല എന്നുള്ളത് കൂടി ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് നോളജ് ബേസ്. ഇനി നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ ഇൻഫറൻസ് എഞ്ചിൻ. ഇൻഫറൻസ് എഞ്ചിൻ എന്താണ്? It is a software module that executes the procedures applying knowledge to produce new information about a problem. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നോളജ് ബേസ് ഉണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഇൻഫറൻസ് എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കാരണം മുൻപേ ഉള്ള നമ്മളുടെ കയ്യിലുള്ള ഡേറ്റാ ബേസ് ഉപയോഗിച്ചുകൊണ്ട് പ്രീവിയസ് പ്രോബ്ലങ്ങളെല്ലാം അനലൈസ് ചെയ്ത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്രൊസീജിയറാണ്. ഇതിനെടുത്ത് റൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതുതായിട്ട് കൊടുക്കുന്ന കമാൻഡിന് പറ്റുന്ന സൊല്യൂഷൻ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഇൻഫറൻസ് എഞ്ചിൻ ചെയ്യുന്നത്. ആൻഡ് ഇൻ പ്രൊഡക്ഷൻ റൂൾ സിസ്റ്റം ആൻഡ് ഇൻഫറൻസ് എഞ്ചിൻ കമ്പേഴ്സ് റൂൾസ് അഗെയിൻസ്റ്റ് നോൺ ഫാക്ട്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഫയൽ ടു ഡിറ്റർമൈൻ ഇഫ് ദ ന്യൂ ഫാക്ട്സ് ക്യാൻ ബി ഇൻഫേർഡ്. അപ്പോൾ പ്രൊഡക്ഷൻ റൂൾ സിസ്റ്റം നമ്മൾ മുമ്പ് കണ്ട എക്സാമ്പിൾ പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഈ ഇൻഫറൻസ് എഞ്ചിൻ മുമ്പുണ്ടായിരുന്ന ഇഫ് ദെൻ കൺക്ലൂഷൻ ഇല്ല, ഇഫ് ദെൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പുതിയ ഫാക്റ്റുകൾ എന്തെങ്കിലും ഇൻഫർ ചെയ്യാൻ പറ്റുമോ എന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. ദ കണ്ടീഷൻസ് ഇൻ ദ പ്രിമൈസ് ഓർ ഇഫ് പാർട്ട് ഓഫ് ദ പ്രൊഡക്ഷൻ റൂൾസ് ആർ കമ്പയർഡ് അഗെയിൻസ്റ്റ് നോൺ ഫാക്ട്. അതായത് ഓൾറെഡി നമ്മുടെ നോളജ് ബേസിലുണ്ട് ഇന്ന രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഈ പറയുന്ന പുതിയ കുറച്ച് കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഇൻഫറൻസ് എഞ്ചിൻ്റെ ഇഫ് പാർട്ട് എന്താണ്, മുൻപ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കും. ആൻഡ് ഇഫ് ദ കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദ ഫാക്ട്സ് ഇൻ ദ കൺക്ലൂഷൻ ഓർ ദെൻ പാർട്ട് ക്യാൻ ബി ഇൻഫേർഡ്. അങ്ങനെ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് മാച്ച് ചെയ്യുന്ന ഒരു സിനാരിയോ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദെൻ കൺക്ലൂഷൻ എടുത്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ കൊണ്ടുവന്നിട്ട് മാച്ചിങ് ഒരു കൺക്ലൂഷൻ ആയിട്ട് തരും. സോ ദ ന്യൂലി കൺക്ലൂഡഡ് ഫാക്ട്സ് ആർ ദെൻ ആഡഡ് ടു ദ കോണ്ടെക്സ്റ്റ് ഫയൽ ഓഫ് ദി എക്സ്പേർട്ട് സിസ്റ്റം. അങ്ങനെ പുതിയ രീതിയിൽ വീണ്ടും ഒരു ഇൻഫറൻസ് ഡെവലപ്ഡ് ആകുമ്പോൾ ഇത് നേരെ സ്റ്റോറേജിലേക്ക് പോകും. ഓക്കെ, നോളജ് ബേസിലേക്ക് പോകും. അപ്പം നാളെ വീണ്ടും എന്താണ്, നമുക്ക് കൂടുതൽ അഡ്വാൻസ്ഡ് ആയി, മുമ്പുണ്ടായിരുന്ന ഡേറ്റയുടെ കൂടെ പുതിയൊരു സാധനം ആഡ് ചെയ്തു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ എന്താണ് ഒരു രോഗം വെച്ചിട്ട് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ രോഗങ്ങളെ പറ്റിയിട്ട് പറയുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് COVID-19 വരുന്നത്. അപ്പോൾ COVID-19ൻ്റെ കാര്യങ്ങൾ കൂടി എന്താണ് ഇതിലേക്ക് ആഡ് ആവുന്നു. അപ്പം വീണ്ടും എന്താണ് നെക്സ്റ്റ് ടൈം അടുത്ത ടൈപ്പ് ഓഫ് വൈറസ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതുകൂടി ഡേറ്റാ ബേസിലേക്ക് പോകുന്നു. ഇതിനെ കൂടി പഠിച്ചിട്ടായിരിക്കും വീണ്ടും ഇൻഫറൻസ് എഞ്ചിൻ അടുത്ത കൺക്ലൂഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പം വീണ്ടും എന്താണ് സെൽഫ് ലേൺ ചെയ്തുകൊണ്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ നോളജ് ബേസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് എക്സ്പെർട്ടൈസ് കൂടി വരികയാണ് ചെയ്യുന്നത്. സോ പഠനം കൂടി വരുന്നു. ഈ പറയുന്ന നമ്മളുടെ എക്സ്പേർട്ട് സിസ്റ്റം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ആക്യുറസി കൂടി വരികയായിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇപ്പം ChatGPT AI എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റിനനുസരിച്ച് അത് ലേൺ ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണ് ഭയങ്കര അഡ്വാൻസ്ഡ് ആവും എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. കാരണം ഇപ്പോൾ AI ഡെവലപ്മെൻ്റ് ഒക്കെ വരുന്ന സമയത്ത് ആദ്യമൊക്കെ ആക്യുറസി കുറവായിരിക്കും, പക്ഷേ പിന്നീട് അത് സെൽഫ് ലേൺ ചെയ്യുമെന്നുള്ളത് അതുപോലൊരു സംഭവമാണ്. സോ ഒരു എക്സാമ്പിളാണ് എ കോണ്ടെക്സ്റ്റ് ഫയൽ ഹോൾഡ്സ് ദ ടെമ്പററി സെഷൻ സ്പെസിഫിക് ഫാക്ട്സ് ആൻഡ് ഡേറ്റ ദാറ്റ് ആർ ഇൻഫറൻസ് എഞ്ചിൻ യൂസസ് ടു റീച്ച് കൺക്ലൂഷൻ ഡിസ്റ്റിങ്വിഷിംഗ് ഇറ്റ് ഫ്രം പെർമനന്റ് ഡൊമൈൻ നോളജ് സ്റ്റോർഡ് ഇൻ ദ നോളജ് ബേസ്. ഓക്കെ, സോ ഈ കോണ്ടെക്സ്റ്റ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂലി കൺക്ലൂഡഡ് ഫാക്റ്റ് എല്ലാം കോണ്ടെക്സ്റ്റ് ഫയലിലേക്ക് ആഡ് ചെയ്യപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. സോ ഞാൻ നോളജ് ബേസ് എന്നായിരിക്കും പറഞ്ഞത്, കോണ്ടെക്സ്റ്റ് ഫയലിലേക്ക് ആഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഈ കോണ്ടെക്സ്റ്റ് ഫയൽ എന്താണെന്നൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഒരു പർട്ടിക്കുലർ സെഷൻ സ്പെസിഫിക് ആയിട്ട് ടെമ്പററി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫറൻസ് എഞ്ചിൻ യൂസ് ചെയ്യുന്ന ഡേറ്റ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ നോളജ് ബേസുമായിട്ട് നോക്കുമ്പോൾ വ്യത്യാസമുണ്ട്. സോ ഡിസ്റ്റിങ്വിഷിംഗ് ഇറ്റ് ഫ്രം പെർമനന്റ് ഡൊമൈൻ നോളജ് സ്റ്റോർ ഇൻ ദ നോളജ് ബേസ്. അപ്പം ഒരു പർട്ടിക്കുലർ ഡൊമൈനിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ടെമ്പററി സെഷൻ സ്പെസിഫിക് ഫാക്റ്റുകൾ അടങ്ങുന്ന ഒരു ഏരിയയാണ് കോണ്ടെക്സ്റ്റ് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് ഫയലിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ പുതിയ ഫാക്റ്റുകൾ ആഡ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പം ആർക്കെങ്കിലും ആ കോണ്ടെക്സ്റ്റ് ഫയൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഡെപ്തിലോട്ടൊന്നും നിങ്ങൾ പോകണ്ട, ആ കൊടുത്തത് കൊണ്ട് മാത്രം അത് എന്താണെന്നൊന്നുകൂടി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ദെൻ the inference engine is somewhat different from the software used in other systems such as the database management system. മറ്റ് സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ നിന്നും ഇൻഫറൻസ് എഞ്ചിന് കുറച്ച് വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരം സിസ്റ്റംസ് അൽഗോരിതംസ് ആണ് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്.
അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓരോ പടിയായിട്ടായിരിക്കും പോകുന്നത്. എന്നാൽ എക്സ്പേർട്ട് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്താണ്, അവിടെ ഹ്യൂറിസ്റ്റിക്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇറ്റ് ക്യാൻ ബി കമ്പേർഡ് ബൈ റൂൾ ഓഫ് തമ്പ്. ഒരു റൂൾ ഓഫ് തമ്പ് അപ്ലൈ ചെയ്തുകൊണ്ട് അത് എന്താണെന്നൊക്കെ പറഞ്ഞു തരാം. ഈ ഒരു ടേം ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സ്പേർട്ട് സിസ്റ്റം ഹ്യൂറിസ്റ്റിക്സ് നോളജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ് strict mathematical proof or exact logic, heuristics allow practical and quick solutions. അതായത് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കൃത്യമായിട്ടുള്ള ഫാക്ട് ബേസ്ഡ് ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും അല്ല ഈ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് നോക്കുന്നത്. റാദർ എന്താണ്, ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അപ്പോൾ ഫോർമൽ ലോജിക്ക് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർട്ടനിറ്റി, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതാണ്, ഇങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതല്ല, അല്ലെങ്കിൽ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ ഇതാണ് രോഗം, ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇതല്ല രോഗം, മറ്റൊരു രോഗമാണെന്നുള്ള ആ ഒരു സംഗതിയാണ് ഫോർമൽ ലോജിക്കിൽ വരുന്നത്. ഹ്യൂറിസ്റ്റിക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് വിത്ത് ലൈവ്ലിഹുഡ്, പ്രോബബിലിറ്റി ഓർ എക്സ്പീരിയൻസ്ഡ് ബേസ്ഡ് റീസണിങ്. അതായത് ഇന്ന രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ഇത്തരം സെറ്റ് ഓഫ് രോഗം ചാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു അപ്രോച്ച് ആയിരിക്കും, പ്രോബബിലിറ്റിയാണ്. 80% ഇയാൾക്ക് ഈ രോഗം വരാനാണ് സാധ്യത. എന്നാൽ അതിനോടൊപ്പം മറ്റൊരു കണ്ടീഷൻ കൂടി, സിംറ്റംസ് കൂടി ആഡ് ചെയ്താണെങ്കിൽ ഓക്കെ ഈ സെറ്റ് ആയിരിക്കത്തില്ല, ചിലപ്പം മറ്റൊരു സെറ്റിലേക്ക് മാറുന്നുണ്ട്. അപ്പം അതിനകത്ത് ഡോക്ടറിൻ്റെ ആണെങ്കിൽ എക്സ്പീരിയൻസ് കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ അയാൾക്കറിയാം ചില കേസുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ രോഗം തന്നെ ആവാനുള്ള സാധ്യതയേ ഉള്ളൂ, അല്ലാതെ ഈ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ മറ്റു രോഗങ്ങളിലേക്കൊന്നും പോകാനുള്ള ഒരു ടെൻഡൻസി ഒന്നുമില്ല. അപ്പം ആ ഒരു സംഗതിയാണ് ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം കൃത്യമായി ഈ ഫാക്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നാൽ നമുക്ക് എന്താണ്, ഒരു ഡിസിഷനിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഭയങ്കര ഡിലേ ആയിരിക്കും. അതേസമയം ഒരു പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ എന്താണ്, ഒരു ക്വിക്ക് ഡിസിഷനിലേക്ക് എത്താനുള്ളൊരു ടൈം, അതായത് ഡിസിഷനിലേക്ക് എത്താനുള്ള ഒരു ടൈം കുറവാണ്, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റും. സോ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്ടർ എക്സാക്ട് ലോജിക്കിലൂടെ പോവുകയാണെങ്കിൽ, ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ പോസിറ്റീവ് ടെസ്റ്റ് ഫോർ മലേറിയ, ദെൻ മലേറിയ പാരസൈറ്റ്, ദെൻ മലേറിയ ക്യാൻ ബി കൺഫേംഡ്. മലേറിയയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നു, മലേറിയ പാരസൈറ്റിൻ്റെ ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മലേറിയ ഉണ്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇഫ് ദ പേഴ്സൺ ഹാസ് ഫീവർ, ചിൽസ് ആൻഡ് സ്വെറ്റിംഗ്, ദെൻ മലേറിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളുടെ ലക്ഷണങ്ങൾ കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് മലേറിയ എന്ന് പറയുന്നു. പിന്നെ ടെസ്റ്റ് കൂടി ചെയ്തതിനെ കൺഫേം ചെയ്യുന്നു. അപ്പോൾ ഇത് ഹ്യൂറിസ്റ്റിക് അപ്രോച്ചാണ് രണ്ടാമത് പറഞ്ഞിട്ടുള്ള കാര്യം. ആദ്യത്തത് എക്സാക്ട് ലോജിക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിലെ ഹ്യൂറിസ്റ്റിക് അപ്രോച്ചാണ് എന്തെന്ന് പറയുന്നത്, ഇൻഫറൻസ് എഞ്ചിൻ അതിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യാറുള്ളത്. അതാണ് ഈ എക്സ്പേർട്ട് സിസ്റ്റത്തിലെ ഇൻഫറൻസ് എഞ്ചിനെ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിന്നും വ്യത്യാസമാക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. നൗ ഇനി ഇങ്ങനെയുള്ള ഈ ഒരു അപ്രോച്ച് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഫോർവേഡ് ചെയിനിങ് എന്നും ബാക്ക്വേർഡ് ചെയിനിങ് എന്നുമുള്ള ഒരു കാര്യം. നിങ്ങൾക്കത് വായിച്ച് നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഫോർവേഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു സെറ്റ് ഓഫ് ഡേറ്റയിൽ നിന്നും എന്താണെന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമ്മൾ പോകുന്നതാണ് ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. സോ ഡേറ്റ ഡ്രിവൺ റീസണിങ് ആണ് അവിടെ വരുന്നത്, ഫാക്ട് ടു കൺക്ലൂഷൻ ആണ് വരുന്നത്. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൈനൽ ഒരു സാധനം ഉണ്ടോ എന്നുള്ളത് നമ്മൾ എന്താണ്, ഗോളിൽ നിന്നും ബാക്കിലേക്കായിട്ട് വന്നിട്ട് ഇന്ന കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന രീതിയിൽ ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് ഞാൻ വീണ്ടും ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി പറഞ്ഞുതരാം. അതായത് നമ്മൾ ഹോസ്പിറ്റലുകളിൽ പോകുമ്പം യൂഷ്വലി എന്താണ് ചെയ്യുന്നത്, ഡോക്ടറിനെ കണ്ടിട്ട് നമ്മളുടെ സിംറ്റംസ് പറയുന്നു. ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, ആ സിംറ്റംസ് കേൾക്കുന്നു. അപ്പം ഫീവറും കഫും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഫ്ലൂ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അതാണ് റൂൾ കൊടുത്തിട്ടുള്ളത്. ഫീവർ ആൻഡ് കഫ് ഉണ്ടെങ്കിൽ ഫ്ലൂ ആണെന്ന് പറയണം നമ്മുടെ ഈ സിസ്റ്റത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, റൂൾ 2-നകത്ത് ഫീവർ പ്ലസ് റാഷസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഫ്ലൂ അല്ല, അത് മീസിൽസ് ആവാനുള്ള സാധ്യതയാണ് വരുന്നത്. അപ്പോൾ ഫോർവേഡ് ചെയിനിങ്ങിലെ ഇൻപുട്ട് ഫീവർ ആൻഡ് കഫ് ആണെന്നുണ്ടെങ്കിൽ റൂൾ 1 അപ്ലൈ ചെയ്തിട്ട് ഫ്ലൂ ആണെന്ന് പറയും. ഓക്കെ, ഇനി അത് ഫീവർ ആൻഡ് റാഷസ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ഗോ ബാക്ക് ടു റൂൾ 1 സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, അപ്പോൾ റൂൾ 2ലേക്ക് പോകുന്നു, അതെന്താണ്, മീസിൽസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫോർവേഡ് തിങ്കിങ് അല്ലെങ്കിൽ ഫോർവേഡ് ചെയിനിങ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം സാധാരണ ഈ ഒരു രീതിയല്ല അപ്രോച്ച് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ കോവിഡിൻ്റെ സമയത്ത് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. രോഗം കോവിഡ് ആണോ എന്ന രീതിയിലാണ് രോഗത്തെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പം കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ ഏത് രോഗലക്ഷണമാണ് നിങ്ങൾക്കുള്ളതെന്നല്ല ആദ്യം വരുന്നത്. കാരണം അവിടെ നമുക്ക് കോവിഡ് ആണെങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, നമുക്ക് ഐസൊലേഷനും മറ്റു കാര്യങ്ങളും ആ രീതിയിൽ രോഗിയെ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അപ്രോച്ച് വന്നത് അവിടെ. പക്ഷേ എന്നാൽ ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. അവിടെ ചെല്ലുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഇന്ന രോഗമാണോ എന്ന രീതിയിലാണ്, അതായത് ആ ഫൈനൽ കൺക്ലൂഷനിൽ നിന്ന് താഴേക്കാണ്. അപ്പം നിങ്ങൾക്ക്
കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഇവിടുത്തെ ഗോൾ എന്ന് പറയുന്നത് കോവിഡ് ആണോ എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം ചോദിക്കും നിങ്ങൾക്ക് കോവിഡിൻ്റെ ലക്ഷണങ്ങൾ വന്നിട്ട് ഇന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത്. ഉണ്ട് എന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സിസ്റ്റം യെസ് യു ഹാവ് കോവിഡ് എന്നുള്ളത് പറയുന്നത്. ഇവിടെ ഫ്ലൂ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണോ എന്നുള്ളത് ഗോൾ ഡ്രിവൺ ആണ്. ഗോൾ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന രീതിയിൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ചെയിൻ എന്നുള്ളൊരു രീതിയിൽ നോളജ് ബേസിൽ ഇൻഫർമേഷൻ നമ്മൾ മീൻസ് ഇൻഫറൻസ് എഞ്ചിൻ ചെക്ക് ചെയ്യാറുണ്ട്. സോ ഇതും ഒരു അപ്രോച്ച്, 2 ടൈപ്പ് ഓഫ് അപ്രോച്ചായിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇൻ കേസ് ഈ ഒരു ടേമായിട്ട് ഫോർവേഡ് ചെയിനിങ്ങും ബാക്ക്വേർഡ് ചെയിനിങ്ങും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് മാത്രം കൊടുത്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. സിമ്പിളാണ്, മനസ്സിലാക്കാൻ എളുപ്പമാണ്. നെക്സ്റ്റ് ഈസ് യൂസർ ഇൻ്റർഫേസ്. യൂസർ ഇൻ്റർഫേസ് ആസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂസറും സിസ്റ്റവും തമ്മിലുള്ള ഇൻ്ററാക്ഷൻ പോസിബിൾ ആക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജ് ദാറ്റ് ലെറ്റ്സ് യൂസേഴ്സ് ഇൻപുട്ട് ക്വയറീസ് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ. അതായത് യൂസറിന് ഈ സിസ്റ്റവുമായിട്ട് എക്സ്പേർട്ട് സിസ്റ്റവുമായിട്ട് അകത്തോട്ടുള്ള കാര്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജാണ് എന്തെന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈം ഒക്കെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം, ഏത് ആണ് കമ്മ്യൂണിക്കേഷൻ ബ്രിഡ്ജായിട്ട് ആക്ട് ചെയ്യുന്നതെന്നൊക്കെയുള്ള രീതിയിൽ ചോദിക്കാം. അതാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ആ 3 കമ്പണൻസ് എന്ന് പറയുന്നത്. നൗ നമ്മളിപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ ഒരു ഡയഗ്രാം കണ്ടായിരുന്നു. എന്നാൽ ഹൈ പെർഫോമൻസ് എക്സ്പേർട്ട് സിസ്റ്റം നമുക്ക്, അതായത് കൂടുതൽ കാര്യങ്ങൾ, കൂടുതൽ ഡൊമൈനുകളൊക്കെ ആഡ് ചെയ്യുന്നുള്ള ഹൈ പെർഫോമൻസ് എക്സ്പേർട്ട് സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് ആ ഒരു എത്ര കവറേജ് ലെവൽ വേണം, എത്ര കോംപ്ലക്സ് ആണ് ആ സ്ട്രക്ചർ എന്നൊക്കെ ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് നമ്മൾ നിർമ്മിക്കുന്നത്. സോ ദ മോസ്റ്റ് കോമൺ ആർക്കിടെക്ചർ കൺസിഡേഴ്സ് പ്രൊഡക്ഷൻ റൂൾ. അപ്പോൾ അങ്ങനെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പ്രൊഡക്ഷൻ റൂളില്ല, ആ റൂൾ ബേസ്ഡ് സിസ്റ്റം. ഇന്ന റൂൾ കൊടുക്കുന്നു, അത് ഇന്നതാണെന്ന് പറയുന്നു, അടുത്ത റൂൾ കൊടുക്കുന്നു, അടുത്താണെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു റൂൾ ഓഫ് തമ്പ് ഫോളോ ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറുമുള്ള എല്ലാ ഈ പറയുന്ന എക്സ്പേർട്ട് സിസ്റ്റവും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുൻപ് നമ്മൾ ഒരു യൂസർ ഇൻ്റർഫേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോളജ് ബേസിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഇൻഫറൻസ് എഞ്ചിൻ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. പിന്നെ ഒരു ഇൻഫറൻസ് എഞ്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ എലമെൻറ്റ്സ് അതിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം യൂസർ അവിടെ ഉണ്ട്, ഇൻ്റർഫേസ് ഉണ്ട്, ദെൻ എന്താണ് നോളജ് എന്ന് പറയുന്ന സംഗതി. ആ നോളജ് ബേസിൽ എങ്ങനെയാണ് നോളജ് അക്യൂമുലേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോളജ് എഞ്ചിനീയർ, അതായത് ഇതിലേക്ക് നോളജ് ആഡ് ചെയ്യുന്ന നോളജ് എഞ്ചിനീയർ എക്സ്പേർട്ടിൽ നിന്നും ഡേറ്റ കളക്ട് ചെയ്തിട്ട് നോളജ് അക്വിസിഷൻ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട്, അതെന്താണെന്ന് നിങ്ങൾ അറിയണ്ട, നോളജ് അക്വിസിഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു നോളജ് എഞ്ചിനീയറും അല്ലെങ്കിൽ എക്സ്പേർട്ടിൽ നിന്നുള്ള ഡേറ്റയും രണ്ടും ഇൻപുട്ടായിട്ട് ഈ അക്വിസിഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നോളജ് ഫൗണ്ടേഷനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ, ഡേറ്റാ ബേസും കൂടെ ചേരുമ്പോൾ നോളജ് ബേസ് എന്ന് പറയുന്ന ഒരു സംഗതി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് കുറച്ചുകൂടി എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡയഗ്രമാണ് ഇതെന്ന് പറയുന്നത്. സിംപ്ലി നമ്മൾ നോളജ് ബേസ് എന്നും ഇൻ്റർഫേസ് എന്നും പറഞ്ഞിട്ട്, യൂസർ ഇൻ്റർഫേസ് എന്നും പറയുന്നു, ഇൻഫറൻസ് എഞ്ചിൻ എന്നും പറഞ്ഞിട്ട് പഠിക്കുന്ന ഒരു സംഗതിയെ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. സോ എക്സ്പേർട്ടിൽ നിന്നും നോളജ് എഞ്ചിനീയർ ഈ ഏരിയ ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ നോളജ് അക്വിസിഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നോളജ് ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പോസിറ്ററി ഓഫ് ഓൾ ദ നോളജ് എന്നുള്ള അർത്ഥത്തിലാണ്. ദെൻ ഡേറ്റാ ബേസും കൂടെ ചേരുമ്പോൾ അത് നോളജ് ബേസ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇൻ കേസ് നിങ്ങൾ ഇങ്ങനെയും ഒരു ഫ്ലോ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതാണോ എക്സ്പേർട്ട് സിസ്റ്റം, നമ്മൾ കണ്ട ഒരു സിമ്പിൾ സിസ്റ്റം അല്ലല്ലോ വർക്ക് ചെയ്യുന്നതെന്നൊന്നും വിചാരിക്കരുത്. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ചാർട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ഒന്നും കൂടെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. അതെന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. നോളജ് എഞ്ചിനീയർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്, അതൊരു സബ്സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യുന്നു, നോളജ് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ജസ്റ്റ് കൂടുതലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഈസ് അബൌട്ട് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് വേരിയേഷൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് വേരിയേഷൻസ് ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വേരിയേഷൻസിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാമായിരിക്കും റൂൾ ബേസ്ഡ് എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം, ദി എക്സ്പെർട്ടൈസ് ഓഫ് എ സിസ്റ്റം ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് റൂൾസ് ആൻഡ് ഫാക്ട്സ് ഇൻ എ നോളജ് ബേസ് ആൻഡ് എ സ്പെഷ്യലൈസ്ഡ് റീസണിംഗ് മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ആൻസർ ക്വയറീസ് ടു ദ സിസ്റ്റം. അതായത് റൂൾ 1, റൂൾ 2, റൂൾ 3 എന്നുള്ളൊരു രീതി നമ്മൾ നേരത്തെ കണ്ടല്ലോ. അങ്ങനെ ഫാക്റ്റുകളും മറ്റ് കാര്യങ്ങളും നോളജ് ബേസിൽ സ്റ്റോർ ചെയ്യുന്നു ആൻഡ് ഒരു പെർട്ടിക്കുലർ റീസണിങ് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് നമ്മുടെ ആൻസർ ക്വയറീസിനുള്ള ആൻസർ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്.
സോ to perform other tasks requiring the examination of existing and possibly the generation of new knowledge. അതായത് ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ടാസ്ക് അതെന്താണോ അതിന് വേണ്ടിയിട്ടും അതല്ലെങ്കിൽ ഒരു പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതിനും എന്താണ് ഇങ്ങനത്തെ റൂൾ ബേസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് റൂൾ ബേസ്ഡ് എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. നെക്സ്റ്റ് ഈസ് മോഡൽ ബേസ്ഡ് റീസണിങ്. ഈ മോഡൽ ബേസ്ഡ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയൽ സിറ്റുവേഷൻ്റെ മോഡൽ ആൻഡ് സിമുലേഷന് നമ്മൾ അനാലിസിസ് നടത്തും. അത് കമ്പ്യൂട്ടറിനുള്ളിലായിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പം ISROയുടെ ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കുക, അത് ഔട്ടർ സ്പേസിൽ എങ്ങനെയാണെന്നുള്ളതിന് പകരം നമ്മൾ അതിൻ്റെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് മാത്തമാറ്റിക്കൽ സിമുലേഷൻസ് നോക്കും. അതേപോലെ തന്നെ എന്താണ് അല്ലാതെ അതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നുള്ളൊരു രീതിയിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഈ മോഡൽ ബേസ്ഡ് പ്യുവർലി മോഡൽ മാത്രമായിരിക്കണമെന്നില്ല. മോഡൽ ബേസ്ഡ് എന്താണ് റൂളുകളും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ടെക്നിക്കുകളും രണ്ടും ഇതിനകത്ത് ഒരു കോമ്പിനേഷൻ എന്നുള്ളൊരു രീതിയിലും വർക്ക് ചെയ്യാറുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽസ് ബൈ ദെയർ നേച്ചർ ഡു നോട്ട് ക്യാപ്ചർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ദി സിസ്റ്റം ടു ബി മോഡൽഡ്. നമ്മൾ മോഡൽ ചെയ്യേണ്ട ആ ഒരു ഫൈനൽ സംഗതി ഉണ്ടല്ലോ, അതിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും അതേപോലെ എടുത്ത് ചെറിയ രീതിയിൽ മോഡലാക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് 100% ആക്യുറേറ്റ് ആവണമെന്നില്ല. അതുകൊണ്ട് എല്ലാ രീതിയിലും എന്താണ് ആ ഒരു സിസ്റ്റത്തിൻ്റെ ബിഹേവിയറോ അല്ലെങ്കിൽ മിസ്ബിഹേവിയറോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ വലിയ കോംപ്ലക്സ് സിസ്റ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എന്താണ് വളരെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് ഈ മോഡൽ ബേസ്ഡ് സിസ്റ്റം ഉപകാരപ്പെടും. ഒരു മോഡൽ അല്ലെങ്കിൽ സിമുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു നോളജ് ബേസിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇൻഫറൻസുകളും വരുന്നത്. പക്ഷേ എന്താണ് ഒരു 100% ആക്യുറേറ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എന്താണ് അതേപോലെ നമുക്ക് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ കോംപ്ലക്സ് സിസ്റ്റം പഠിക്കുന്നതിനത് വളരെ യൂസ്ഫുൾ ആണെന്ന് മാത്രം. നെക്സ്റ്റ് ഈസ് കേസ് ബേസ്ഡ് റീസണിങ്. കേസ് ബേസ്ഡ് റീസണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മുൻപേ നടന്നിട്ടുള്ള ഒരു പ്രോബ്ലവും അതിൻ്റെ സൊല്യൂഷനും, അതൊരു കേസ് സ്റ്റഡി ആണല്ലോ. ഇപ്പം മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും എല്ലായിടത്തും നേരത്തെ നടന്നിട്ടുള്ളൊരു കാര്യം അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇങ്ങനെയാണെന്നുള്ളത് ആ കേസ് സ്റ്റഡികളായിട്ടായിരിക്കും അല്ലെങ്കിൽ കേസസ് ആയിട്ടായിരിക്കും ഇവിടെ ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രീവിയസ് കേസുമായിട്ട് മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ നോളജ് ബേസിൽ നിന്നും ഒരു ഇൻഫറൻസ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇൻ മെനി ഡൊമൈൻസ് സച്ച് എസ് മെഡിസിൻ, ലോ ഓർ ടെക്നിക്കൽ ഹെൽപ്പ് ഡെസ്ക്, പ്രീവിയസ് കേസസ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ ബോഡി ഓഫ് റെലവൻറ്റ് നോളജ്. നോളജിൻ്റെ ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഈ പ്രീവിയസ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഐദർ മാൻഡേറ്ററി ഓർ ബെനിഫിഷ്യൽ ടു കൺസിഡർ റെലവൻറ്റ് കേസസ് വെൻ ന്യൂ പ്രോബ്ലംസ് ആർ ടു ബി സോൾവ്. അപ്പോൾ പുതിയൊരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ആ ഒരു പ്രീവിയസ് കേസിനെ കൂടിയിട്ട് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. സോ ഐഡിയലി എ കേസ് ബേസ്ഡ് റീസണിങ് സിസ്റ്റം ഈസ് കൺസ്ട്രക്റ്റഡ് ഓർ എൻഹാൻസ്ഡ് ഇൻക്രിമെൻ്റലി ബൈ ഓട്ടോമാറ്റിക്കലി ക്യാപ്ചറിങ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഓഫ് എവറി ന്യൂ കേസ്. അപ്പോൾ പുതിയ കേസുകൾ വരുന്നതിനനുസരിച്ചിട്ട് എന്താണ് ഈ പറയുന്ന കേസ് ബേസ്ഡ് സിസ്റ്റം ഇങ്ങനെ ഇൻക്രിമെൻ്റലി എൻഹാൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടിയിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. സോ 3 ടൈപ്പായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കിയത്. റൂളുകളായി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. 1 റൂൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരുന്നു. ഇനി അതല്ല സെക്കൻഡ് റൂളിലേക്ക് പോകുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ സെക്കൻഡ് റൂളിലേക്ക് പോകുന്നു, ദെൻ ഒരു കൺക്ലൂഷനിലേക്ക് അറൈവ് ചെയ്യുന്നു. ഇനി മോഡൽ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫൈനൽ സംഗതിയുടെ ഒരു മോഡൽ ഓർ സിമുലേഷൻ ഉണ്ടാക്കുന്നു. ആ സിമുലേഷൻ 100% എന്താണ് ആക്യുറേറ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല, എല്ലാ കാര്യങ്ങളും പറയണമെന്ന് നിർബന്ധമില്ല. കാരണം നമ്മൾ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ഇവിടെ പരിഗണിക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ മോഡൽ ബേസ്ഡ് ഉപകാരപ്പെടുന്നുണ്ട്. കേസ് ബേസ്ഡ് എന്ന് പറയുമ്പം കേസ് സ്റ്റഡീസ് ആണ്, അതിനെ വെച്ചിട്ട് പുതിയ സംഗതിയെ റിലേറ്റ് ചെയ്ത് നോക്കുന്നു, അതിൽ നിന്നും ഇൻഫറൻസ് എടുക്കുന്നു എന്നുള്ളതാണ്. സോ ഇത് ഇത്രയുമാണ് ആ 3 ടൈപ്പ് എന്ന് പറയുന്നത്. നൗ നമുക്ക് ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടിയിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും. നാളെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സോ അതിൽ നമുക്ക് പഠിക്കാനില്ലെങ്കിൽ പോലും ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം കൂടിയിട്ടൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്വയറീസ് ആണ് ആൻസർ ചെയ്യുന്നത്, എന്താണ് സംഭവിച്ചത്, ഡെയിലി വാട്ട് ഹാപ്പൻഡ് ഡേ ടു ഡേ എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ നമ്മൾ ആൻസർ ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പോൾ റുട്ടീൻ ട്രാൻസാക്ഷൻസ് ആണ് എവിടെ യൂസ് ചെയ്യുന്നത്, ബില്ലിങ്ങും റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആ ഒരു ഭാഗത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള നെക്സ്റ്റ് MIS മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം വരുന്നിടത്ത് വാട്ട് ഹാസ് ഹാപ്പൻഡ് ആൻഡ് ദ സമ്മറീസ് ഓഫ് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഡേറ്റ. അപ്പം ഇങ്ങനെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു മന്ത്ലി നമ്മൾ സാലറിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ റിപ്പോർട്ടുകളും സമ്മറീസും കാര്യങ്ങളും ഒക്കെയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസിൻ്റെ അത് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മന്ത്ലി സാലറി റിപ്പോർട്ടുകളും ബഡ്ജറ്റ് സമ്മറികളും ഒക്കെയാണ് MIS മാനേജ് ചെയ്യുന്നത്. അപ്പം റെഗുലർ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഡേറ്റയാണ്, ഓട്ടോമേഷന് പോസിബിൾ ആണ്, പ്രത്യേകിച്ച് ഒരു എക്സ്പെർട്ടൈസ് ഒന്നും അവിടെ ആവശ്യമായിട്ട് വരുന്നില്ല.
അത്തരം കാര്യങ്ങളാണ് MISനകത്ത് വരുന്നത്. ദെൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു വാട്ട് ഇഫ് സിനാരിയോ, ഓക്കെ, എന്ത് സംഭവിക്കും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിമുലേഷൻ മോഡലിംഗ് അതാണ് വരുന്നത്. നമ്മളൊരു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സംഗതികളാണ് സിമുലേഷൻ ആൻഡ് മോഡലിംഗ് എന്ന് പറയുന്നത്. സോ വാട്ട് ഇഫ് അനാലിസിസ്, ഫോർകാസ്റ്റിംഗ്, സെമി സ്ട്രക്ചേർഡ് ഡിസിഷൻസ് എടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളായിട്ട് വാട്ട് വിൽ ബി ദ ക്രോപ്പ് ഈൽഡ് പ്രൊഡക്ഷൻ ഇഫ് ദ റെയിൻഫോൾ ഈസ് 20% ലെസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് എക്സ്പേർട്ട് സിസ്റ്റം. എക്സ്പേർട്ട് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പേർട്ടുകൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്, അതായത് ഒരു അത്ര വലിയ നോളജബിൾ ഒന്നും അല്ലാത്തൊരു യൂസർ കൊടുക്കുന്ന ഒരു ക്വയറിക്ക് എക്സ്പേർട്ട് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഒരു AI എൻഹാൻസ്ഡ് എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നുണ്ട്. ഓക്കെ, AI എൻഹാൻസ്ഡ് പ്രഡിക്ഷൻ ടെക്നിക്കൊന്നും അല്ല, AI എൻഹാൻസ്ഡ് എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇവിടെ എക്സ്പേർട്സ് എന്ത് റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വാട്ട് ഡസ് ദി എക്സ്പേർട്ട് റെക്കമെൻഡ് എന്നൊരു സംഗതിയാണ് വരുന്നത്. അപ്പോൾ അതൊരു AI ടൂൾ കൂടിയിട്ടായിട്ട് അതൊരു AIയുടെ ഒരു ഫീൽഡ് ഓഫ് AI ആണെന്ന് കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ റൂളുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂറിസ്റ്റിക്സ് ടു മിമിക് ഹ്യൂമൻ എക്സ്പേർട്ട്. ഓക്കെ, റൂൾ ബേസ്ഡ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻസ് ലൈക്ക് ഒരു പ്രോബബിലിറ്റി എന്നുള്ളൊരു രീതിയിൽ വരുന്നുണ്ട്. നമ്മളത് കണ്ടു അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട്. എക്സാമ്പിളായിട്ട് മൈസിൻ, ദെൻ പാഡി എക്സ്പേർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൊണ്ടുവന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം, ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ഏത് സിനാരിയോയിൽ യൂസ് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ കമ്പണൻസ് ഏതാണെന്ന് അറിഞ്ഞിരിക്കണം. ബേസിക്കലി ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, ലൈക്ക് അതിൻ്റെ എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം, ഇതൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ടോപ്പിക്. സോ സി യു ഇൻ അനദർ സെഷൻ. താങ്ക് യു ഓൾ.